ഗൈസ് ഇന്നലെ ഫാബ്രിസിയോ റൊമാനോ ഒരു ട്വീറ്റ് പങ്കുവച്ചിരുന്നു ഒരു ഡീലുമായി ബന്ധപ്പെട്ടിട്ട്. കൈലാൻ വിക്കേഴ്സ് എന്ന് പറയുന്ന ഒരു താരമാണ്. സോ സാധാരണഗതിയിൽ അങ്ങനത്തെ ഒരു ട്രാൻസ്ഫർ ഇന്ത്യൻ ഫുട്ബോളിൽ അല്ലാത്തൊരു ട്രാൻസ്ഫറിനെ പറ്റി എന്തിന് നമ്മൾ സംസാരിക്കുന്നു എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ളൊരു പ്ലെയറാണ്. അപ്പം അങ്ങനത്തെ ഒരു കാര്യം ഫാബ്രിസിയോ റൊമാനെ പോലെയുള്ള ജേർണലിസ്റ്റുകൾ ഇങ്ങനെ പങ്കുവച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പം നമുക്കറിയാലോ ഇപ്പം OCAയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അത് സംഭവിക്കില്ല എന്നുള്ളത് അറിയത്തില്ല. പക്ഷേ ഇങ്ങനെ ഒരു വാർത്ത കണ്ടപ്പോൾ അത് എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി ഈ ഒരു പ്ലെയറുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കൈലാൻ വിക്കേഴ്സ് എന്ന് പറയുന്ന ഒരു താരത്തിലേക്ക് വരുമ്പോൾ റെഡിംഗ് FC എന്ന് പറഞ്ഞിട്ടുള്ള നമുക്കറിയാം ഇംഗ്ലണ്ടിലെ ഒരു പ്രമുഖ ക്ലബ്ബ് തന്നെയാണ്. നിലവിലിപ്പം ലീഗ് 1 അതായത് ടയർ 3 ആണ് ആ ഒരു ക്ലബ്ബ് കളിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു അക്കാഡമിയിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള ഒരു താരമാണ്. ആ ഒരു ക്ലബിന് വേണ്ടിയിട്ട് ലീഗ് 1ഉം അതുപോലെ പ്രീമിയർ ലീഗ് 2ഉം കർബാവോ കപ്പും അതുപോലെ FA കപ്പും ഒക്കെ അടക്കമുള്ള മത്സരങ്ങൾ ഇപ്പം തന്നെ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. ജസ്റ്റ് 19 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു താരമാണ്. അദ്ദേഹം ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറുള്ള താരമാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു ഇന്ത്യൻ കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഒരു അമ്മ ഇന്ത്യക്കാരിയാണ് എന്നുള്ളതാണ്. അത് ഇപ്പം ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ അല്ലെങ്കിൽ ആ ഒരു ഡെഡ് ലൈൻ ഡേയിലൊക്കെ സ്വന്തമാക്കുന്നത് പ്രീമിയർ ലീഗിൽ തന്നെയുള്ള ക്ലബ്ബായിട്ടുള്ള ബ്രൈറ്റൺ എന്ന് പറഞ്ഞിട്ടുള്ള ക്ലബ്ബാണ്. നമുക്കറിയാമല്ലോ അവിടെ നന്നായിട്ട് വരുന്നൊരു ക്ലബ്ബ് തന്നെയാണ്. ഇപ്പം സമീപകാലത്ത് ബ്രൈറ്റൻ്റെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ അറിയാം. അപ്പം ബ്രൈറ്റണിലേക്കാണ് 3.5 വർഷത്തെ ഒരു കോൺട്രാക്റ്റിൽ താരം സൈൻ ചെയ്യുന്നതെന്നുള്ളതാണ്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കി. അപ്പം ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആണെങ്കിലും കുറച്ചും കൂടി ഒരു ലെഫ്റ്റ് സൈഡഡ് ഒരു മിഡ്ഫീൽഡർ റോളിലാണ് കൂടുതലായിട്ട് കളിക്കുന്നുണ്ടുള്ളത്. മാരക സ്കിൽഫുൾ ആയിട്ടുള്ള ഒരു താരമാണ് അദ്ദേഹം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗോൾ സ്കോറിംഗ് ആണെങ്കിലും ഒരു ക്രിയേറ്റിവിറ്റി ഒക്കെ ആണെങ്കിലും ഒക്കെ എടുത്ത് പറയേണ്ട ഒന്ന് തന്നെയാണ്. മറ്റൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് തന്നെ റെഡിങ്ങിൻ്റെ ഒരു വണ്ടർ കിഡ് എന്ന നിലയിൽ താരം ശ്രദ്ധ ആകർഷിച്ചിരുന്നു. അപ്പം ലാലിഗ വമ്പന്മാരായിട്ടുള്ള റയൽ മാഡ്രിഡ് താരത്തെ സ്വന്തമാക്കാൻ ഒരുങ്ങുന്നു. താരത്തെ ജനുവരിയിൽ ഒരു പക്ഷേ സ്വന്തമാക്കിയേക്കും. ഒരു 1 മില്യൺ പൗണ്ടിൻ്റെ ഒരു ഡീലൊക്കെ ആയിരിക്കും എന്നൊക്കെയുള്ള തരത്തിലൊക്കെ ഒരു വാർത്തകളൊക്കെ വളരെ സജീവമായിരുന്നു. ദി സൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇംഗ്ലീഷ് മാധ്യമങ്ങളൊക്കെ അടക്കം അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തതാണ്. പിന്നീട് എന്താണ് സംഭവിച്ചതെന്നുള്ളത് അറിയത്തില്ല. എനിവേ പ്രീമിയർ ലീഗ് ക്ലബ്ബായിട്ടുള്ള ബ്രൈറ്റൺ റെഡിങ്ങിൽ നിന്ന് ഈ ഒരു താരത്തെ സ്വന്തമാക്കുന്നു എന്നുള്ളതാണ്. അതിലും ഇനി റെസ്റ്റ് ഓഫ് ദി സീസൺ മിക്കവാറും അദ്ദേഹം ഒരു റിസർവ് ലീഗിൽ അതായത് അണ്ടർ 21 ബ്രൈറ്റൻ്റെ ഭാഗമായിട്ടാകും കളിക്കുക എന്നുള്ളതൊക്കെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മേ ബി അവിടുത്തേക്ക് ഒരു പെർഫോമൻസസ് ബേസിസിലായിരിക്കും അദ്ദേഹത്തിന് ഒരു സീനിയർ ടീമിൽ അല്ലെങ്കിൽ ഒരു പ്രീമിയർ ലീഗ് കളിക്കുന്ന ഒരു ലെവലിലേക്ക് വരാൻ കഴിയുക. കാരണം ഇപ്പോഴും ഒരു ടീനേജർ എന്നുള്ള നിലയിൽ നിൽക്കുന്ന ഒരു താരമാണല്ലോ. ഏതായാലും നമുക്ക് OCA പ്ലേയേഴ്സിനെ കളിക്കാമെന്ന് പറയുന്നൊരു റൂൾ ഇപ്പോഴും ചേഞ്ച് ആയിട്ടില്ല. സോ അങ്ങനെയുള്ളൊരു ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ ഒന്ന് നോക്കുക. പ്രീമിയർ ലീഗിൽ ഫ്യൂച്ചറിൽ കളിക്കാൻ പോകാൻ വളരെയധികം സാധ്യതയുള്ള ഒരു താരമാണ്. ആ ഒരു താരത്തെ വരെ നമുക്ക് നാഷണൽ ടീമിൻ്റെ ജേഴ്സിയിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ട് എന്നുള്ളതാണ്. സോ അതല്ലാണ്ടും ഉള്ള OCA പ്ലേയേഴ്സിനെയൊക്കെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സോ വളരെ ഉറപ്പായിട്ട് നടക്കേണ്ട ഒരു നിയമം, ഒരു റൂൾ ചേഞ്ച് തന്നെയായിരിക്കും. കാരണം ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞതാണ്, മറ്റ് പല ഏഷ്യൻ കൺട്രീസും അവരുടെ ഒരു ഡെവലപ്മെൻറ്റ് പ്ലസ് ഈ പറഞ്ഞതുപോലെ അവർ ഒറിജിൻ പ്ലേയേഴ്സിനെയും കൂടി ആഡ് ചെയ്യുന്നത് വളരെയധികം അവരുടെ നാഷണൽ ടീമിൻ്റെ പെർഫോമൻസിനെ ഇത് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്തായിരുന്നു ഈ ഒരു ഏഷ്യൻ കപ്പിൽ എന്നുള്ളത് അത് തീർച്ചയായിട്ടും ഒരു ലെസൺ തന്നെയാണ്. മറ്റ് ടീമുകൾ മുന്നേറിയത് അതും ഒരു ലെസണാണ്. അത് ആ ലെസൺസ് ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സോ ആ രീതിയിലാണ് ഈ ഒരു കാര്യം വന്നപ്പോൾ നിങ്ങളുമായിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം നിങ്ങളുടെ ഒപ്പം ഉറപ്പായും കമ്പോസ്റ്റ് കാണിക്കുകയാണ് സനി.